മൂകം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശ മനുഷം ഹൃദിഭാവയാമി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നഭകന്റെ മകൻ നാഭാഗൻ, നാഭാഗന്റെ മകൻ അംബരീഷൻ. അങ്ങനെ അംബരീഷൻ ഒരിക്കൽ ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന ദ്വാദശി വ്രതം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചു. അത് ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു. അതിന്റെ അവസാനം 3 ദിവസം ഉപവാസം. ഉപവാസം എന്നാൽ ഭക്ഷണമില്ല, വെള്ളമില്ല, 3 ദിവസത്തേക്ക് ഭഗവത് ചിന്ത മാത്രം. അങ്ങനെ അതിന്റെയും അവസാനം പാരണ എന്ന ചടങ്ങ് നിർവഹിക്കുന്നതിന് മുമ്പായി ദുർവാസാവ് മഹർഷിയും ശിഷ്യന്മാരും അങ്ങോട്ട് വരുന്നത് കണ്ടു. അപ്പോ അംബരീഷന് വളരെയധികം സന്തോഷമായി. കാരണം മഹത്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മഹാന്മാർ കയറി വരുന്നത് ഒരു ഭാഗ്യമാണ്. അപ്പോ ദുർവാസാവ് മഹർഷിയെയും ശിഷ്യന്മാരെയും അദ്ദേഹം സ്വീകരിച്ചിരുത്തി. എന്നിട്ട് പറഞ്ഞു, ഇന്നത്തെ ഭക്ഷണം ഇവിടെയാണ്, അങ്ങ് പോയി കാളിന്തി നദിയിൽ കുളിച്ചിട്ട് സ്നാനം ചെയ്തു വരൂ എന്ന് പറഞ്ഞു. അപ്പോ പാരണയുടെ സമയമായിട്ടും ദുർവാസാവ് തിരിച്ചു വന്നില്ല. അപ്പോ അംബരീഷന് ഭയമായി. കാരണം പാരണ ഒരു ചടങ്ങായതിനാൽ അത് കൃത്യസമയത്ത് നടക്കണം എന്നാണ് ആചാരം. ദുർവാസാവ് മഹർഷി വരാതെ തനിക്കും ഒന്നും ഭക്ഷിക്കാൻ കഴിയില്ല. കാരണം അതിഥിയെ സ്വീകരിച്ചിരുത്തി അവർക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം മാത്രമേ മറ്റുള്ളവർ കഴിക്കാവൂ എന്നാണ് ആചാരം. അപ്പോ ദുർവാസാവ് മഹർഷി വരാതെ അംബരീഷനും പാരണ നടത്താൻ സാധിക്കില്ല. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഭക്തൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, ദുർവാസാവ് മഹർഷി വരുന്നതിന് മുമ്പ് പാരണയുടെ കൃത്യസമയത്ത് തന്നെ നടക്കും. അതിനായി ഭഗവാനെ അഭിഷേകം ചെയ്ത തീർത്ഥത്തിൽ ഒരു തുള്ളി പാരണ എന്ന് സങ്കല്പിച്ച് സേവിച്ചുകൊള്ളാൻ പറഞ്ഞു. അംബരീഷൻ അങ്ങനെ ചെയ്തു. അത് ദുർവാസാവ് മഹർഷി അറിഞ്ഞു. അപ്പോ ദുർവാസാവ് മഹർഷിക്ക് കോപം അടക്കാനായില്ല. ജട പിടിച്ച് നിലത്തടിച്ചു. അതിൽ നിന്ന് കൃത്രിക എന്ന ഘോര രൂപം ഉദ്ഭവിച്ചു. കൃത്രിക അംബരീഷനെ നശിപ്പിക്കാനായി നേരെ മുതിർന്നു. അംബരീഷന് കാവലായി സുദർശന ചക്രം ഭഗവാൻ വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പോ സുദർശന ചക്രം കൃത്രികയെ ഓടിച്ച് നശിപ്പിച്ചു, നിഗ്രഹിച്ചു. അടുത്തത് ദുർവാസാവ് കുളി കഴിഞ്ഞു വരുമ്പോ സുദർശന ചക്രം ദുർവാസാവിന്റെ നേരെ കൊടുത്തു. ദുർവാസാവ് ഭയന്ന് അയ്യോ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഓടുവാണ്. പല കാലങ്ങൾ അങ്ങനെ ഓടി അവസാനം ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്നു. ബ്രഹ്മാവ് പറഞ്ഞു, എനിക്കൊരു രക്ഷയില്ല, എന്റെ അടുത്തേക്ക് വരണ്ടെന്ന് പറഞ്ഞു. നേരെ കൈലാസത്തിലേക്ക് പോയി. അവിടെ മഹാദേവൻ പറഞ്ഞു, എന്റെ അടുത്തേക്ക് വരണ്ട, വൈകുണ്ഠത്തിലേക്ക് പോയാൽ ഭഗവാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു. അങ്ങനെ വൈകുണ്ഠത്തിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോ ഭഗവാന്റെ കാൽക്കലിൽ നിന്ന് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഭഗവാനെ, ഞാൻ അംബരീഷനോട് ഒരു അപരാധം ചെയ്തു. അപ്പോ സുദർശന ചക്രം എന്റെ പുറകെ വരുന്നുണ്ട്, അതിനെ ശാന്തനാകാൻ പറയണം, അല്ലെങ്കിൽ എന്റെ കഥ കഴിയുന്നു പറഞ്ഞു. അപ്പോ ഭഗവാൻ പറഞ്ഞു, ഞാനിപ്പോ
സുദർശന ചക്രം അംബരീഷന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. നേരെ അംബരീഷന്റെ അടുത്ത് ചെന്നോളാൻ പറഞ്ഞു. അപ്പോ അംബരീഷന്റെ അടുത്ത് പോയപ്പോ ഗോപുരത്തിന്റെ അവിടെ സുദർശന ചക്രം ദുർവാസ മഹർഷിയെ കാത്തിരിക്കുകയായിരുന്നു. എന്നിട്ട് ദുർവാസാവ് മഹർഷി നേരെ തിരിച്ചോടി അംബരീഷന്റെ കാൽക്കൽ വന്നിരുന്നു. അപ്പൊ അംബരീഷൻ ചോദിച്ചു, മഹർഷേ അങ്ങ് എന്താണ് കാണിക്കുന്നത്, അങ്ങ് എന്താണ് കാണിക്കുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു, അംബരീഷ, ഞാൻ അങ്ങയുടെ ഒരു അപരാധം ചെയ്തു, അതിനാല് സുദർശന ചക്രം എന്നെ നിഗ്രഹിക്കാനായി വരുന്നുണ്ട്, അതിനോട് ശാന്തനാകാൻ പറയൂ, അല്ലെങ്കിൽ എന്നെ കഥ കഴിയും. അപ്പോ അംബരീഷൻ പറഞ്ഞു, അംബരീഷൻ സുദർശന ചക്രത്തോട് പ്രാർത്ഥിച്ചു, അല്ലയോ സുദർശന ചക്രമേ അങ്ങ് ശാന്തനാക്കൂ, മഹർഷി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോ സുദർശന ചക്രം താനേ ശാന്തനായി. അങ്ങനെ അപ്പോ ഇത് കണ്ട മഹർഷിക്ക് അത്ഭുതമായി. എന്നിട്ട് പിന്നെ അംബരീഷന്റെ കാൽക്കൽ നിന്ന് നമസ്കരിച്ചു. അപ്പൊ അംബരീഷൻ പറഞ്ഞു, മഹർഷിയെ അങ്ങോട്ട് തെറ്റും ചെയ്തിട്ടില്ല, ഞാനാണ് തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞ് അംബരീഷൻ മഹർഷിയുടെ കാൽക്കൽ എഴുതുന്നു. അപ്പൊ മഹർഷി തിരിച്ചങ്ങോട്ട്, അംബരീഷൻ തിരിച്ചങ്ങോട്ട്, അങ്ങനെ ഒരാളെ ക്ഷമിക്കുന്ന പറയും, മറ്റൊരാളെ ക്ഷമിക്കുന്ന പറയും, അങ്ങനെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. കുറെ കഴിഞ്ഞപ്പോ അംബരീഷൻ പറഞ്ഞു, നമ്മളിങ്ങനെ വെറുതെ കാണിച്ച് സമയം കളഞ്ഞിട്ട് കാര്യമില്ല, അങ്ങ് പോയി കാലി നദിയിൽ പോയി കുളിച്ചിട്ട് വരൂ, ഇന്നത്തെ ഭക്ഷണം ഇവിടെയാണ്, ഞാൻ ഭക്ഷണം തരാന്ന് പറഞ്ഞയച്ചു. അങ്ങനെ ദുർവാസാവ് മഹർഷി കാളിന്തി നദിയിൽ പോയി സ്നാനം ചെയ്തിട്ട് വന്നു. ഭക്ഷണം കൊടുത്ത് ദുർവാസാവ് മഹർഷി അംബരീഷനെ അനുഗ്രഹിച്ച് അവിടെ നിന്നും പോയി. അപ്പോ ആശ്രമത്തിലേക്ക് പോകുന്ന വഴി കാണുന്ന ആൾക്കൂട്ടത്തെ എല്ലാം വിളിച്ചിട്ട് പറയും, ഇത് കണ്ടോ, എന്റെ ദേഹത്ത് പൊള്ളലുണ്ടോ, പപ്പടം പൊള്ളിയേക്കുന്ന പോലെ പൊള്ളലുണ്ടോ, ഞാനൊരു ഭക്തനെ ദ്രോഹിച്ചതിന്റെ ഫലമാണിത് എന്ന് പറഞ്ഞ് എല്ലാരും കാണിച്ചു വിട്ടു. അങ്ങനെ അംബരീഷന്റെ മഹിമ എങ്ങും ദുർവാസാവ് മഹർഷി പാടിക്കൊന്നു പറഞ്ഞു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. അമ്പാദിത്യഭൂഷണം രിപുസമൂഹത്തിന്നഹോ ഭീഷണം, പൈതാർക്കുമോഷണം അതിക്രൂരാത്മനം പേഷണം, വന്ദാപത്തിനു ശോഷണം വന്ദമാകാനന്ദ സംപോഷണം, നിൻപാദം അതിദൂഷണം ഹരതു മേ മഞ്ജീര സംഘോഷണം. ഗോവിന്ദനാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെയുള്ള ആ അംബരീഷന്റെ ആ വംശത്തില് അനവധി